കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് പ്രതികരണം അറിയിക്കേണ്ടതുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഉചിതമായ വിധത്തിൽ ചർച്ച നടക്കാൻ അല്ല പാർട്ടിയുടെ നിലപാട് ചോദിച്ചിട്ടില്ല. സുപ്രീം കോടതി ചോദിച്ചിട്ടില്ല. പാർട്ടിയുടെ നിലപാട് ചോദിച്ചിട്ടില്ല. അതിൻ്റെ ഒരു വിഷയമാണ്. സംസ്ഥാന ഗവൺമെൻറ് അത് കൈകാര്യം ചെയ്യണം. കേരളത്തിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കണം. ഇതിനെ പ്രവേശിപ്പിക്കുക എന്നുള്ളൊരു നയം നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് അവിടെ പക്ഷഭേദമോ അല്ലെങ്കിൽ അങ്ങനെ പാടില്ല, ലിംഗഭേദമൊന്നും പാടില്ല എന്നുള്ള നിലപാട്, ആ നിലപാട് തന്നെയാണ്. അല്ല, അതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നമ്മൾ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. ആ വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഇവിടെ അതെല്ലാം പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കേണ്ടത്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും സമൂഹത്തിൽ ഒഴിവാക്കാവുന്ന സംഘർഷം ഉണ്ടായതിനെ നമ്മൾ വഴിവെച്ചു. പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ കാലത്തും മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ള സമീപനം പാർട്ടിക്ക് ഇപ്പോൾ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി. പക്ഷെ അതെല്ലാം സാമൂഹികമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അതാണ് പാർട്ടിയുടെ പൊതുസമയം. ഈ പ്രത്യേക വിഷയത്തിൽ എന്ത് വേണമെന്ന് ഇവിടെ ചർച്ച ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് അഭിപ്രായം രൂപീകരിച്ച് അറിയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അത് സംബന്ധിച്ച വിവരങ്ങൾ വകുപ്പ് മന്ത്രിയോ ദേവസ്വമോ സംസ്ഥാന ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. കെട്ടിച്ചമച്ച ആക്ഷേപങ്ങളാണ് പലതും എന്നാണ് പ്രാഥമികമായി ഞാൻ കാര്യങ്ങളെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൃത്യം അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിശദീകരിക്കാൻ ചുമതലപ്പെട്ട ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.